ഞാനൊരു ഫ്യൂഷൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സിംഗപ്പൂരിയൻ ബിരിയാണി. ഇത് ഓതൻറ്റിക് സിംഗപ്പൂരിയൻ ബിരിയാണി അല്ല, ഇതൊരു പാകിസ്ഥാനി ചൈനീസ് മിക്സായിട്ടുള്ള ഇന്ത്യൻ മിക്സായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഫ്യൂഷൻ ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായാൽ നമുക്ക് ഈ റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ടിട്ടുണ്ട്. കൂടെ ഒരു 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റൈസ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റൈസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇന്ന് ഞാൻ ട്രഡീഷണൽ ബിരിയാണിയെല്ലാം ഒന്ന് ഒഴിവാക്കി നമ്മളൊരു ഫ്യൂഷൻ, അതാണ് നമ്മൾക്ക് ആഗ്രഹം. എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടാവും തന്നെ പരീക്ഷിച്ചിട്ട് ഒരു ഫ്യൂഷൻ സിഗ്നേച്ചർ ലെയർഡ് റൈസ് 1 ഡിഷ് റൈസ് ബിരിയാണി തന്നെ. ലെയർഡ് ബിരിയാണി. ബിരിയാണി എന്ന് പറയാനും പറ്റില്ല, ഒരു ഫ്യൂഷൻ റൈസ്. സിംഗപ്പൂരിയൻ ബിരിയാണി, അതിൽ നമ്മൾ പാകിസ്ഥാനിയും വരുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ലെയർഡ് ഡിഷ്. വെരി ഗുഡ്. നൂഡിൽസ് അടിയിൽ വരും, പിന്നെ റൈസ് വരും, പിന്നെ ഞാൻ ചിക്കനും വെജീസ് എല്ലാം ഇട്ടിട്ട് ഒരു മസാല തയ്യാറാക്കും. പിന്നെ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ട്. അങ്ങനെ ഒരു 1 ഡിഷ് മീൽ, 1 ഡിഷ് ബിരിയാണി, റൈസ് 1 ഡിഷ് ബിരിയാണി. എന്ത് തൊട്ടാലും ഇങ്ങനെയാണല്ലോ. എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഒരുപാട് ട്രഡീഷണൽ ബിരിയാണീസ് നമ്മൾ ഉണ്ടാക്കില്ല. ഇല്ല, ഇത് നിങ്ങളുടെ തന്നെ ഒരു സാധനം. ഇതായിരുന്നു ആവശ്യം. ശരിക്കും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മനസ്സിൽ എനിക്കൊന്ന് തോന്നിയിട്ട് ഈ ഫിനാലയുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു റെസിപ്പി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്യാരി ഓൺ. ടൈം കുറവല്ലേ ചേച്ചി? നല്ല റൗണ്ടാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ലത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സ്പെഗത്തി നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നൂഡിൽസ് ഇട്ടിട്ട് നമുക്ക് വേവിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ബട്ടറും 1 ടീസ്പൂണ് ഗീയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്കൊരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ച ബോൺലെസ് ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ക്രഷ്ഡ് റെഡ് ചില്ലി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂണ് സോയാ സോസ്, 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കിയിട്ടെടുക്കാം. നമ്മൾ ഈ ഫൈനൽ റൗണ്ടിൽ ഒരു ഇന്നോവേറ്റീവ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. അത് നമ്മളായിട്ട് എടുത്ത ഒരു റെസിപ്പിയാണ്. അതാണ് ഞാൻ ഈ തരത്തിൽ തയ്യാറാക്കുന്നത്. ഇതൊരു ഫ്യൂഷൻ 1 ഡിഷ് ബിരിയാണിയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിയില ചേർത്ത് കൊടുക്കും. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഗീ ഇട്ടിട്ട് 1 ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് നമ്മുടെ റൈസിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. നമ്മുടെ ഈ ഫ്യൂഷൻ ബിരിയാണിക്കുള്ള
എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് വെക്കുന്നത് നൂഡിൽസാണ്. ബട്ടറിൽ കുറച്ച് ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് നമുക്ക് ഈ നൂഡിൽസിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച റൈസ് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും മുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് ഇവിടെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് കാര്യങ്ങൾ. ഏകദേശം ആയി തോന്നുന്നു. ഫ്യൂഷൻ സിംഗപ്പൂർ ബിരിയാണി. ഇനി മസാല ഇതിൻ്റെ മുകളിലേക്ക് സെർവ് ചെയ്യണം. ശരിയായിട്ട് നൂഡിൽസ് അടിയില്ല അല്ലേ? ഇതില് റൈസ് ആൻഡ് ഈ മസാല അല്ലേ? പിന്നെ ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂ നട്ട്സും മേലയിലിട്ട് കൊടുക്കും. മസാല ഒന്ന് ചൂടാക്കി എടുക്കാം. അത് ചൂടാക്കിയിട്ട് നമുക്ക് ഈ റൈസിൻ്റെ മുകളിലേക്കായിട്ട് സെർവ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ കെച്ചപ്പും ഹോം മെയ്ഡ് മയനൈസും ചില്ലി പൗഡറും സോൾട്ടും ഇട്ടിട്ടുള്ള ഒരു സോസ് നമുക്ക് ഈ മസാലയുടെ മുകളിലേക്കായിട്ട് അപ്പോൾ നമ്മുടെ രുചികരമായ ഒരു ഫ്യൂഷൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്.